പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്നുള്ളൊരു സൗണ്ട് നമുക്ക് റോഡിലേക്ക് കേൾക്കും. അത്രയും പെയിൻഫുള്ളായിരുന്നു. ട്യൂമറിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവർ പറയും എന്തോ എന്തെന്ന് പറയുക, കത്തിയെടുത്ത് കുത്തിയിറക്കുന്നൊരു വേദന എന്നൊക്കെ പറയില്ലേ. ആദ്യം ഇതേമാതിരി നന്നായിട്ട് ഓടി നടന്ന് സ്വന്തമായിട്ട് ബസ് കയറി അമ്പലത്തിൽ പോകല്, അതേമാതിരി പൂ പൊട്ടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുക, കാലത്തെ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാറ്, സ്വന്തമായിട്ട് പാകം ചെയ്യുക, സ്വന്തമായിട്ട് കിടന്നുറങ്ങുക, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് ഇതേമാതിരി അമ്മയുടെ സിറ്റുവേഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടിൽ ഒരു ബ്ലഡിൻ്റെ അംശം കാണുക. അങ്ങനെ കണ്ടപ്പോൾ സംശയം തോന്നിയിട്ട് അമ്മ ഒന്നും റിപ്പോർട്ട് ചെയ്യാതൊന്നും പറയാറില്ല. ബ്ലഡാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അവർ ഓരോരോ ടെസ്റ്റുകൾ എഴുതി, സ്കാൻ ചെയ്തു, അൾട്രാ സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്തു. അപ്പോഴാണ് ട്യൂമർ ഉണ്ട്, വൻകുടലിൽ ട്യൂമർ എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓപ്പറേഷനൊന്നും വേണ്ട, അതിനുള്ള ഹെൽത്തൊന്നും എനിക്കില്ല. SKCCR എറണാകുളത്ത് ഇതേമാതിരി ഹോമിയോയുടെ ഒരു ട്രീറ്റ്മെൻറ്റിൽ റിസർച്ച് നടത്തി ഇതുമാതിരി അസുഖങ്ങൾ കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത്. ആ ഫ്രണ്ടിനെയും കൊണ്ട് ഞങ്ങൾ എറണാകുളം പോയതാണ്. ഡോക്ടർ യദുകൃഷ്ണൻ സാറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത്രയും സൈലൻറ്റും അത്രയും മൈൽഡായിട്ട് അത്രയും നീറ്റായിട്ട് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അതിനെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആളുടെ സ്പീച്ചും അതേമാതിരി ആളുടെ പെരുമാറ്റവും എല്ലാം ഭയങ്കര എനർജറ്റിക്കാണ്. അത് ഏതൊരു പേഷ്യൻറ്റിന് അസുഖം മാറ്റാവുന്ന രീതിയിലുള്ളൊരു ടോക്ക് ബേസ് നമുക്ക് കിട്ടും. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഒരു 10 ദിവസത്തിൽ തന്നെ ഭയങ്കര റിക്കവറായി. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഭയങ്കര റിക്കവറായിരുന്നു. 1.5 മാസം കഴിക്കുമ്പോഴേക്കും പെയിൻ പൂർണ്ണമായും മാറി, അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ പെയിൻ്റെ മരുന്ന് എടുക്കുന്നില്ല ഞാൻ തീർച്ചയായിട്ടും. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കയ്യിൽ, അത് കൊടുക്കാറുമില്ല.